ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചെമ്മീൻ്റെ അടയാണ്, അതായത് നമ്മളെ കൊഞ്ചം വെച്ചിട്ടുള്ള അടൻ്റെ റെസിപ്പി. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ ഞാൻ കൊഞ്ചൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള കൊഞ്ചനാട്ടോ ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2 പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് മസാല തേച്ച് വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിനട്ടെ ഇപ്പോൾ. എന്നിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ അങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ അപ്പം തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം ഞാൻ ഇതാ അരമണിക്കൂറിന് ശേഷം ഇതാ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ആ ഒരു കൊഞ്ചന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൊഞ്ചനൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഓവറായിട്ട് അങ്ങ് ഫ്രൈ ആക്കാണ്ട് നിൽക്കാം. ചെറിയൊരു രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു സൈഡിലായി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഈ കൊഞ്ചിന് ഈ പാനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 സൈഡ് അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ട് കൊഞ്ചിന് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കൊഞ്ചൻ അവിടെ മാറ്റി വെച്ച ശേഷം ആ സെയിം പാനിലേക്ക് ആ ഓയിലിലേക്ക് തന്നെ കൊഞ്ചന് നമ്മൾ ഫ്രൈ ആക്കി എടുത്ത ആ ഓയിലിലേക്ക് തന്നെ ഞാനിതാ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 നല്ല വലുപ്പമുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ ഇപ്പം ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. കുറച്ച് നല്ലോണം തന്നെ വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി കുറച്ചൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടോ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നല്ലോണം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൊഞ്ചനെ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് ആ ഒരു സെയിം ഓയിലിട്ടിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്തിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞു വരട്ടെ. ആ ഒരു സമയത്തിലേക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങൻ്റെ ഒരു അരവ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിൽ ഞാനിതാ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെനൽ സീഡ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ഭയങ്കരമായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, ചെറിയൊരു രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അരവ് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതാ ആ മിക്സിന്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മസാലയിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച് ആ ഒരു കൊഞ്ചം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിൽ 3 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മളെ പത്തിരിപ്പൊടി. ഞാനിപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ അരി പുതർത്തിയിട്ട് അരച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അങ്ങനെയുള്ള റെസിപ്പി ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അയില വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വേണമെന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാട്ടോ. അപ്പോൾ ഇതാ അരിപ്പൊടിയിലേക്ക് കുറച്ച് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങയുടെ ഒരു അരവ് റെഡിയാക്കാനുണ്ട്. ഞാൻ മിക്സീൻ്റെ ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളിൻ്റെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇത് കുറച്ചൊന്ന് ഫൈനായിട്ട് അങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു അരവ് ഞാൻ നമ്മളെടുത്ത് വെച്ച ആ ഒരു അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അതും കൂടി ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു അരിപ്പൊടിയായിട്ട് എടുത്തത്. അമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഏതാ അരിപ്പൊടി എടുക്കലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിലേക്ക് കുഴച്ചിട്ട് അങ്ങനെ എടുക്കാം. അതായത് കയ്യിൽ വെച്ചെല്ലാം നമ്മൾ ഉരുട്ടുന്ന ആ ഒരു പരുവത്തിൽ, ഉരുട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പരുവത്തിൽ ചെയ്തിട്ടെടുക്കാം. ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ. അപ്പം ഞാനിതാ ഇതിപ്പോൾ ഫോയിലാട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ തന്നെ ചെയ്യാം. വാഴയിലയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. വാഴയില കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ അങ്ങനെ ഫോയിലിൽ ചെയ്യാം. അപ്പോൾ ഇതാ ഫോയിലിൽ ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലും കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു അരിപ്പൊടിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് വലിയൊരു പോർഷന് ഈ ഒരു രീതിയിൽ എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് അത് ഈ ഫോയിലിലേക്ക് വെച്ചിട്ട് ഈ വീഡിയോ കാണുന്ന രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് കുറച്ച് വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ച് ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ അങ്ങനെയാട്ടാ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു സൈസിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് മസാല വെക്കുന്ന സമയത്ത് ഒരു സൈഡിലായിട്ട് അങ്ങനെ വെക്കാം. മസാലയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാം, കുറവ് വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാം. മസാല വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മടക്കി എടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് മസാല വെച്ചെടുത്ത ശേഷം ഈ ഒരു രീതിയിൽ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അത് നല്ലോണം തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ ഫോയിൽ ഒന്ന് മടക്കി കൊടുക്കാം. സൈഡിൽ നിന്നെല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് തട്ടിറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പരത്തിയെടുത്ത ആ ഒരു അട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ആ ഒരു രീതിയിൽ തന്നെ ഒരു 5 എണ്ണം അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുന്ന സമയത്ത്
ഒന്നിന് മേലെ ഒന്നായിട്ട് വെക്കാണ്ട് സൈഡായിട്ട് അങ്ങനെ മാക്സിമം അങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതാണൊക്കിപ്പോൾ ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതായി കിട്ടാൻ. അപ്പം നിങ്ങൾ അതായെന്ന് നോക്കിയിട്ട് അങ്ങനെ എടുത്ത് മാറ്റാം. അപ്പം ഇതാ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആകും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.